ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുക ഒരാളെ, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങളുടെ അടുത്ത് ഒരു നേറ്റീവ് സ്പീക്കർ വന്നു, അല്ലെങ്കിൽ ഒരു നോൺ മലയാളി വന്നു, ആൾ നിങ്ങളുടെ അടുത്ത് ഗ്രീറ്റ് ചെയ്തു ഇംഗ്ലീഷിൽ, നിങ്ങൾക്ക് തിരിച്ച് പറയാൻ കിട്ടുന്നില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇത് എക്സ്പെഷ്യലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. 4 കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രീറ്റിങ്സിന് ഓർക്കേണ്ടത്. ആദ്യത്തെ ഇൻട്രഡക്ഷൻ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ആൻസർ, പിന്നെ ലീവ്. ലീവ് എന്ന് വെച്ചാൽ നിങ്ങൾ പോകാൻ നേരത്ത് എങ്ങനെയാണ് ആൻസർ പറയേണ്ടത്. സോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഗ്രീറ്റിംഗ് ചെയ്യുമ്പം 4 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഇൻട്രഡക്ഷൻ. സോ ഇൻട്രഡക്ഷനിൽ ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഈ ഗുഡ് മോർണിംഗ് ഒക്കെ നമ്മൾ സമയം അനുസരിച്ച് വേണം പറയാൻ. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഹലോ പറയുമ്പം എപ്പോഴും നല്ല എനർജിയോടെ പറയണം. ഹലോ, ഹായ്, അങ്ങനെ വേണം നിങ്ങൾ പറയാൻ. ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനോട് ഇന്നലെ പറഞ്ഞു, ആ കൊച്ച് എപ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ പറയും ഹലോ മാം, ഹൗ ആർ യു, ഇങ്ങനെ ആ കൊച്ച് പറയാം. അപ്പം ഞാൻ പറയും അങ്ങനെയല്ല, ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ച് എനർജിയോടെ പറയണം, ഹലോ, ഹൗ ആർ യു. അപ്പം അത് തന്നെ ഒരു നല്ല പോസിറ്റീവാണ് എനിക്ക് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ടോണിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്, നല്ലൊരു എനർജി ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ആ കൊച്ച് ക്ലാസ്സിൽ വരുമ്പോൾ ഹലോ മാം, ഹായ്, ഹൗ ആർ യു എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സോ അങ്ങനെ വേണം നിങ്ങൾ ഒരാളുടെ അടുത്ത് ഗ്രീറ്റ് ചെയ്യാൻ. ഹായ്, ഹലോ, ഹൗ ആർ യു, അങ്ങനെ വേണം ഗ്രീറ്റ് ചെയ്യാൻ. ഹലോ എന്ന് പറയുമ്പം നമ്മൾ ഫോർമൽ സിറ്റുവേഷൻസിലും ഇൻഫോർമൽ സിറ്റുവേഷൻസിലും നമ്മൾ ഹലോ യൂസ് ചെയ്യും. ഹായ് നമ്മൾ യൂസ് ചെയ്യുക ഇൻഫോർമലിൽ മാത്രം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇപ്പം നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് കോൾ മനു. മനുവിനോട് നമ്മൾ കാണുമ്പോൾ എങ്ങനെ പറയാം, ഹായ് മനു, അങ്ങനെയല്ലേ നമ്മൾ തുടങ്ങുക. ഗുഡ് മോർണിംഗ് നമ്മൾ യൂസ്ഡ് ഇൻ ദ മോർണിംഗ്, കാലത്ത് മാത്രമാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയാം. ബിഫോർ 12 PM 12 PM ആകുമ്പം ആരോടും പറയരുത് ഗുഡ് മോർണിംഗ് സർ, അങ്ങനെ പറയരുത്. ഓൺലി ഇൻ ദ മോർണിംഗ്, 12 മണിക്ക് മുമ്പ്. ഗുഡ് ആഫ്റ്റർനൂൺ യൂസ്ഡ് ഇൻ ദ ആഫ്റ്റർനൂൺ ടൈം ബിറ്റ്വീൻ 12 PM to 4 PM. ആ ടൈമാണ് ഗുഡ് ആഫ്റ്റർനൂൺ യൂസ് ചെയ്യുക. ഗുഡ് ഈവനിങ് ഫ്രം 6 PM ആൻഡ് ലേറ്റർ. 6 PM തൊട്ട് രാത്രി വരെ നമുക്ക് ഗുഡ് ഈവനിങ് എന്ന് പറയാം. മീറ്റിംഗിൽ അടുത്ത് വരുന്നതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ചോദിക്കും, ഹൗ ആർ യു, എങ്ങനെയുണ്ട്, സുഖാണോ. ഇതൊരു ഇൻഫോർമലും ആണ് ഫോർമലും ആണ്. സോ നിങ്ങൾ ഇങ്ങനെ വേണം പ്രൊനൗൺസ് ചെയ്യാൻ, ഹൗ ആർ യു, ഹൗ ആർ യു. റിപ്പീറ്റ് ആഫ്റ്റർ മീ, ഹൗ ആർ യു. സോ നിങ്ങൾക്ക് ഫോർമലി ഇങ്ങനെ പറയാം, ഐ എം ഫൈൻ താങ്ക് യു, ഹൗ അബൌട്ട് യു. ഐ എം ഫൈൻ താങ്ക് യു, ഹൗ അബൌട്ട് യു. അല്ലെങ്കിൽ ഐ എം ഡൂയിങ് വെൽ, താങ്ക്സ് ഫോർ ആസ്കിങ്. എങ്ങനെ പറയാം, ഐ എം ഡൂയിങ് വെൽ, താങ്ക്സ് ഫോർ ആസ്കിങ്. ഓർ ഐ എം ഗുഡ്, ഹൗ ആർ യു. ഐ എം ഗുഡ്, ഹൗ ആർ യു. ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ എം ഗുഡ്, താങ്ക്സ്. എന്താ പറയാ, ഐ എം ഗുഡ്, താങ്ക്സ്. ഇപ്പം നിങ്ങൾക്ക് സുഖമില്ല, അപ്പം നിങ്ങൾക്ക് എങ്ങനെ പറയാം, ഐ ഡോണ്ട് ഫീൽ വെൽ ടുഡേ. എന്താ പറയാ, ഐ ഡോണ്ട് ഫീൽ വെൽ ടുഡേ. ഗ്രീറ്റിംഗ്സിൽ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നിങ്ങൾ ലീവ് ചെയ്യുമ്പം എന്ത് പറയും. നിങ്ങൾക്ക് ലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഗുഡ് ബൈ, ഗുഡ് ബൈ. ജസ്റ്റ് റിപ്പീറ്റ് ആഫ്റ്റർ മീ, ഗുഡ് ബൈ. അല്ലെങ്കിൽ ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് ഡേ. സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം, ഹാവ് എ നൈസ് ഡേ. അല്ലെങ്കിൽ സീ യു ലേറ്റർ, സീ യു ലേറ്റർ. കുറച്ചുകൂടി കാഷ്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ പറയാം, കാച്ച് യു ലേറ്റർ, കാച്ച് യു ലേറ്റർ. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ആൾക്കാരോട് പറയാം, കാച്ച് യു ലേറ്റർ. അല്ലെങ്കിൽ സീ യു. 2 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് കേൾക്കാം. ഇത് മനു മനോജാണ്, ഇവർ 2 പേരും ഫ്രണ്ട്സ് ആണ്. സോ ഇവരുടെ നമുക്ക് എങ്ങനെയാണ് ഗ്രീറ്റിംഗ്സ് ചെയ്യണേന്ന് നോക്കാം. മനു പറഞ്ഞു ഹായ്, മനോജ് പറഞ്ഞു ഹായ്. മനു പറയും ഹൗ ആർ യു, ഹൗ ആർ യു. അപ്പം മനോജ് പറയും ഐ എം ഗുഡ്, താങ്ക്സ്, ഹൗ ആർ യു. മനു പറയും ഐ എം ഗുഡ്, താങ്ക്സ്. മനു ബൈ പറയും, മനോജ് ബൈ. ഞാനിവിടെ ഇൻ്റർവ്യൂ, കമ്മ്യൂണിക്കേഷൻ, സ്പോക്കൺ ഇംഗ്ലീഷിന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. എല്ലാവർക്കും മൈൻഡിലുണ്ട് ഇംഗ്ലീഷ്
മനസ്സിലുണ്ട്, അത് പുറത്തേക്ക് എങ്ങനെയാണ് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. സോ ഡോണ്ട് വറി, ഞാൻ നന്നായി പഠിപ്പിച്ചു തരാം. സോ ജോയിൻ മൈ ക്ലാസ് എവ്രിവൺ. ഇത് നമുക്ക് അടുത്തത് എങ്ങനെയാണ് 2 കൊളീഗ്സ് അവരുടെ ഗ്രീറ്റിംഗ് നമുക്ക് നോക്കാം. അനു അഞ്ജുവും ആണ്. അനു പറയും ഗുഡ് മോർണിംഗ്, അഞ്ജു പറയും ഗുഡ് മോർണിംഗ്. അനു പറയും ഹൗ ആർ യു? സോ അഞ്ജു പറയും ഐ എം ഗുഡ് താങ്ക് യു. ഹൗ ആർ യു? അനു പറയും ഐ എം ഗുഡ് താങ്ക് യു. അനു പറയും ബൈ, ഗുഡ് ബൈ. അഞ്ജു പറയും ഗുഡ് ബൈ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഗ്രീറ്റിംഗ്സ് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആണ്. സോ പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. സോ താങ്ക് യു എവ്രി വൺ.